ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാധിക എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രാധിക, 38 വയസ്സുണ്ട്. 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. പല സമയത്ത് പല ഡ്യൂട്ടികളായിരുന്നു. ഞാനാണെങ്കിൽ ജോലിക്ക് പോയിട്ടേ ഇല്ല. കാര്യം എൻ്റെ ഭർത്താവിന് അതിഷ്ടമല്ലായിരുന്നു. വീട്ടമ്മയായി കഴിയുകയായിരുന്നു. ഏകദേശം 1.5 വർഷം മുമ്പാണ് വീടിന് മുകളിൽ ഒരു നില ഞങ്ങൾ പണിതത്. കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് വീടൊന്ന് മെച്ചപ്പെടുത്തിയാണ്. ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചില സ്റ്റാഫുകളുണ്ട്, നേഴ്സുമാരുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. അവരിൽ ആർക്കെങ്കിലും ഇവിടെ അക്കോമഡേഷൻ കൊടുക്കാം. 2 റൂമുണ്ടല്ലോ, ഒരു 4-6 പേർക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. സ്ത്രീകളാകുമ്പോൾ നിനക്കും പ്രശ്നമില്ലെന്ന്. ഞാനപ്പോൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സുഖിക്കേണ്ട, പെണ്ണുങ്ങളെന്നും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വല്ല ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ 1, 2, 3 ആണുങ്ങൾക്ക് വാടക കൊടുത്താൽ മതി. ആഹാ, അതെന്താ നിനക്കത്ര നിർബന്ധം? എന്നെ സംശയമാണെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണുങ്ങളാണ് നല്ലത്, അവർ ആർക്ക് ശല്യം ഉണ്ടാക്കാതെ അങ്ങ് പോകും. അപ്പോൾ പെണ്ണുങ്ങളെന്താ ശല്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ശരിയാകില്ല. നിങ്ങൾക്ക് പരിചയമുള്ള പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടു നിർത്താൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലോ അത് നടക്കില്ല. നിങ്ങൾ നല്ല പഞ്ചായാണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, പെണ്ണുങ്ങൾ തലവേദനയാണ്, ആണുങ്ങൾ തലവേദന ഉണ്ടാക്കില്ലേ? അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ നിന്നെ സംശയിക്കാമല്ലോ എന്ന് ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സംശയിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്കെന്തോ ഒത്തിരി സ്ത്രീകൾ അവിടെ ഒന്നും താമസിക്കുന്നതിനോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവസാനം എൻ്റെ വാശിക്ക് ഭർത്താവ് വഴങ്ങി. ആദ്യം 2 ബാങ്ക് ഉദ്യോഗസ്ഥരും അടുത്ത മുറിയിലേക്ക് 2 സ്റ്റുഡൻസുമാണ് വന്നത്. അവർ 1 വർഷത്തേക്ക് കോച്ചിങ്ങിനുള്ള 2 പിള്ളേരാണ്. PG കഴിഞ്ഞ കുട്ടികളാണ്. അതുകൊണ്ട് പിന്നെ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെറിയ പിള്ളേർ തന്നെ. പക്ഷേ വീടുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ ഭർത്താവ് നേരത്തെ എല്ലാം പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഗോവേണിയുണ്ട്. അവരുമായിട്ട് അധികം സംസാരിക്കേണ്ട കാര്യമോ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട കാര്യമോ ഒന്നുമില്ല. അവർക്ക് ബൈക്കും ഒക്കെ പാർക്ക് ചെയ്തിട്ട് അവരുടെ വഴിക്ക് വേറൊരു ഗേറ്റ് വഴി ഇറങ്ങിപ്പോകും. ഒരു പ്രശ്നവുമില്ല. താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു, ആണുങ്ങളാണ് നല്ലത്, പെണ്ണുങ്ങളാണെങ്കിൽ 100 കാര്യത്തിന് കംപ്ലൈൻറ്റ് പറഞ്ഞേനെയുമെന്ന്. ഞാൻ പറഞ്ഞു, കണ്ടോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നുവെന്ന്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെയാണ് പോയത്. അവർ കറക്റ്റായിട്ട് വാടകയും തരും. പക്ഷേ ഒരു ദിവസമില്ലേ മാഡം, ഞാനാണെങ്കിൽ അടുക്കള വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലെ തുണിയൊക്കെ വിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്, മഴ കൊള്ളാതെ. പക്ഷേ ഞാനിപ്പം അവിടേക്ക് കയറി പോകാറില്ല. താഴെ വേറെ സെറ്റപ്പെല്ലാം ഭർത്താവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് വാടകക്കാർക്ക് വിരിക്കാനുള്ളതാണ്. അടുക്കളുടെ വശത്ത് നോക്കുമ്പോഴില്ലേ അവിടെ കിടക്കുന്ന മാഡം ഒരു പുള്ളി സാധനം നോക്കിക്കഴിഞ്ഞപ്പോൾ ആണുങ്ങളിടുന്നതാണ്. എന്തോ മിക്കി മൗസിൻ്റെ പടമൊക്കെ. ഷെടാ, അത്ര കൊച്ചു കുഞ്ഞുങ്ങൾ ആരാ എന്ത് വിചാരിച്ച് ഞാനൊന്ന് നോക്കി. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളല്ല, വലിയ ആൾക്കാരുടെയാണ്. ഓ, ഇവന്മാരൊക്കെ ഇങ്ങനെയുള്ളതിടുമോ? കൊള്ളാലോ. വർണ്ണവും പുള്ളിയും വള്ളിയൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പറയാൻ പറ്റില്ല, ഇങ്ങനെ നടക്കുന്ന ചെക്കന്മാരല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കും. കാര്യം പണ്ടത്തെ പോലല്ല. പണ്ട് അകത്തുള്ളത് ആര് കാണാനാ എന്നുള്ളൊരു ചിന്ത ആണിനും പെണ്ണിനുമുണ്ടായിരുന്നു. ഇപ്പം അകത്തുള്ളത് ആര് വേണമെങ്കിലും കാണാം എന്നുള്ള നിലയില്ലേ. കാറ്റിലോ മറ്റോ പറന്ന് വീണതാകും. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ആകില്ല, പിള്ളേർ സെറ്റിൻ്റെ ആകും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനത് കുനിഞ്ഞെടുത്ത് അവിടെ ഒരു അഴയുണ്ട്, അതിലിട്ടു. ആരെങ്കിലും അന്വേഷിച്ച് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 2 ദിവസമായിട്ടും ആരും വന്നില്ല. ഞാനാണെങ്കിൽ അവരോടൊട്ട് സംസാരിക്കാനും പോയില്ല. പിന്നെ ഹസ്ബൻഡ് ഒട്ട് കണ്ടതുമില്ല. കണ്ടിരുന്നെങ്കിൽ ഉടനെ ആരുടെ അടി എന്നൊക്കെ ചോദിച്ചേനെ. എന്തായാലും പുള്ളിക്കാരനത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നും. 3ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ഞാൻ രാവിലെ മുറ്റത്ത് നിൽക്കുകയാണ്. ചേട്ടൻ പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പിള്ളേർ 2 പേരും കൂടെ വന്ന് റെഡിയായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരുടെയോ എന്തോ ഒരു തുണി താഴേക്ക് വീണിട്ടുണ്ടല്ലോ, മിക്കി മൗസിൻ്റെ പടം ഉള്ളതാണ്. ഞാനെടുത്ത് ദേ അപ്പുറത്തെ സൈഡിലെ അഴയിലിട്ടിട്ടുണ്ട്, അതുവഴി വന്നെടുക്കണം, നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലെടുത്ത് പറഞ്ഞു, അയ്യോ ചേച്ചി, അത് എൻ്റേതാണ്. താഴെ വീണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ താഴേക്ക് നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ഓർത്തു വല്ല കാക്കയും കൊത്തിക്കൊണ്ട് പോയായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഹാ, കാക്കയൊക്കെ ഇപ്പം ഇത് യൂസ് ചെയ്യുമോയെന്ന്. അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഒരു കുസൃതിക്കാരി എൻ്റെ മനസ്സിലുണ്ടല്ലോ, കൊച്ചു പിള്ളേരുമല്ലേ. ഞാൻ ആ ഓളത്തിൽ അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, ദൈവമേ, പിള്ളേരെന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ. പെട്ടെന്ന് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ദേ അപ്പുറത്തോട് വന്ന് എടുത്തുകൊണ്ട് പോകണം കേട്ടോ, അവളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആ രംഗത്തൊന്നങ്ങ് മാറിക്കഴിഞ്ഞു.
അവർ കൂളായിട്ട് പോയി. പക്ഷെ എൻ്റെ മനസ്സ് കൂളായില്ല. ഞാൻ പറഞ്ഞത് ഇത്തിരി അധിക പ്രസംഗമായി. കൊച്ചു പിള്ളേരോട് അങ്ങനെ പറയാൻ പാടില്ല, അവരെന്നെ തെറ്റിദ്ധരിക്കില്ലേ എന്നൊക്കെ ഞാൻ ഓർത്തു. മാഡം, എന്ത് ചെയ്യാൻ, അറിയാതെ വായിൽ നിന്ന് വന്നു. ഇത്തരം വർത്തമാനങ്ങളൊന്നും അന്യപുരുഷന്മാരോടോ പിള്ളേരോടോ പറയരുതല്ലോ എന്നോർത്ത് ഞാൻ വല്ലാതെ വ്യസനിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് കയറി സംസാരിച്ച് സൗഹൃദമായി എന്നും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവന്മാർ ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ ഏതെങ്കിലും തെറ്റായ വഴിക്ക് പോകുമോ എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. പണ്ടേ എനിക്കുണ്ട് അനാവശ്യമായ ചിന്തകൾ. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പുറത്തെങ്ങും പോകാതെ അധികം ആളുകളുമായിട്ട് സംസാരിക്കാതെ ഞാനിങ്ങനെ ജീവിക്കുന്നത്. പൊതുവേ എൻ്റെ മനസ്സിൽ ഇത്തിരി ഇളക്കമുണ്ട്. അതുമാത്രമല്ല, ഇതുപോലെയൊക്കെയുള്ള ഒരു വെപ്രാള സ്വഭാവക്കാരിയുമാണ്. പിന്നെ ഭർത്താവിനെയും എനിക്ക് സംശയമുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ കുഴപ്പങ്ങളാണ് എല്ലാം എന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെ കതിരിൽ വളം വെക്കുന്ന പോലെയാണ്, മാറ്റാനൊന്നും പറ്റില്ല. എന്തായാലും പിള്ളേരുടെ മുഖത്ത് ഞാൻ പിന്നെ നോക്കിയതേയില്ല. അടുത്ത ദിവസം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവന്മാർ അതെടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്ത് വലിയൊരു വഴുതന നിൽപ്പുണ്ടായിരുന്നേ. ഇത്തിരി അങ്ങോട്ട് വലുതാണ്. ഞാനാണെങ്കിൽ അതിന് 3-4 കായുണ്ട്. അത് പറിച്ച് ഒരു പാത്രത്തിലാക്കിയായിരുന്നു. ആ സമയത്ത് അവന്മാർ ഇതുപോലെ പോകാനിറങ്ങി. അന്ന് ഇത്തിരി താമസിച്ച് അവന്മാർ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ആ മിക്കി മൗസിൻ്റെ പടമുള്ള പോയ പയ്യനില്ലേ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി വഴുതനങ്ങ എന്തിനാ, രാത്രിയിലത്തേക്കാണോ എന്ന്. ഞാനിപ്പോൾ ക്യാഷ്വലായി മറുപടി പറഞ്ഞു, ഏയ് അല്ല, മൂത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേക്കും ഞാനങ്ങ് പറിച്ചെടുത്താണെന്ന്. അവന്മാർ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ ഊറ് ചിരിച്ചോന്ന് എനിക്കൊരു സംശയം. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പിന്നെയും സംശയം വന്നത്. അയ്യോ ദൈവമേ, ഞാൻ പറഞ്ഞത് എന്താ? അവന്മാർ എന്നോട് ചോദിച്ചു വഴുതനങ്ങ രാത്രിയിലേക്കാണോ എന്ന്. അപ്പോൾ അതിനെന്തോ ഒരു കാര്യമില്ലേ, ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ എന്തെങ്കിലും വെക്കുമെന്നറിയില്ലേ, അപ്പോൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? അതോ ഇനി അവന്മാർ രാവിലെ ഞാൻ ചോറൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുത്തുവിടും, ഹസ്ബൻഡിന് കൊടുത്തുവിടും എന്നറിയാം. അപ്പോൾ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനാണെന്നാണ് ചോദിച്ചത്, അതോ രാത്രി വേറെന്തെങ്കിലും ആണോ എന്നാണ് ചോദിച്ചത്? ഇങ്ങനെ കാട് കയറുന്ന ചിന്തകളാണ് എനിക്കിന്ന് മടുത്തിന് മനസ്സിലായല്ലോ. ആകെ കൂടി അതിൽ എനിക്ക് കുറച്ച് തെറ്റുകൾ കണ്ടുപിടിക്കാനായി. രാത്രിയിലേക്കാണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞത് മൂത്ത് നിൽക്കുകയാണെന്ന്. അതൊക്കെ കേട്ട് അവന്മാർ ചിരിച്ചു. ഈ പറഞ്ഞതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളില്ലേ, എനിക്കാകെ ടെൻഷനായി. ആ പിള്ളേരെ എന്നെ തെറ്റിദ്ധരിക്കും. ഇനി അവന്മാർ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും മറുപടി പറയില്ല. മറ്റു 2 ഉദ്യോഗസ്ഥരില്ലേ, അവർ രണ്ടുപേരും എന്നെ കണ്ടു കഴിഞ്ഞ് ഒന്ന് ചിരിക്കും. അതല്ലാതെ വേറൊരു ശല്യവും അവരുടെ ഭാഗത്തുനിന്നില്ല. ഡീലിങ്സ് എല്ലാം എൻ്റെ ഭർത്താവുമായിട്ടാണ്. അവരെ കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഈ പിള്ളേരെ കൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാകുമോ എന്നെനിക്കങ്ങ് തോന്നുകയാണ്. അതുമാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന 4 ആണുങ്ങളാണ് വീടിന് മുകളിൽ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നോട് ഒത്തിരി അകന്നാണ് കഴിയുന്നത്. മാസത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ഒന്ന് കാണാൻ പോലും കിട്ടാത്ത മധുരതരമായ മോഹങ്ങളാണ് വെറുതെ കുഴിച്ചു മൂടപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിനും താല്പര്യമില്ല, എനിക്ക് വന്ന് താല്പര്യമില്ലാതായി. എന്ന് വെച്ചാൽ പുള്ളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് എനിക്ക് താല്പര്യമില്ലാതായത്. ഒരാൾ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ എത്രയാണ് മാഡം കാത്തിരിക്കുക? പിന്നെ നമുക്കും എണ്ണ തീർന്ന് കരിന്തിരി പോലെ ആവേശം കിട്ടുപോകും. പക്ഷേ 4 ആണുങ്ങളും അവർ ഭയങ്കര ആക്റ്റീവാണ്. അതുമാത്രമല്ല, ഇടയ്ക്കൊക്കെ അതിൽ കല്യാണം കഴിച്ച 2 ഉദ്യോഗസ്ഥരും ഭാര്യയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഭാര്യയെ വിളിച്ച് കൊഞ്ചിക്കൊഴയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ ഭർത്താവ് ദൂരെങ്ങാണങ്ങ് ജോലിക്ക് പോയായിരുന്നെങ്കിൽ എന്നോട് നല്ലപോലെ സംസാരിച്ചേനെയും സ്നേഹിച്ചേനെയും വല്ലപ്പോഴും വരികയായിരുന്നെങ്കിൽ അങ്ങേർക്ക് ഇതേപോലെ ബോറടിയൊന്നും കാണില്ല. അടിപൊളിയായിട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയേനെയും. ഇതിപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞാലും ഒക്കെ അങ്ങ് ഗ്യാപ്പാണ്. ഗ്യാപ്പ് കൂടി എൻ്റെ ജീവിതം വല്ലാത്തൊരു ഗ്യാപ്പിലേക്ക് പോവുകയാണല്ലോ ദൈവമേ. പക്ഷേ ഒരു കാര്യം പറയാം മാഡം, നല്ല തണ്ടും തടിയുമുള്ള 4 ആണുങ്ങൾ മുകളിലുണ്ട് എന്നുള്ളത് തെറ്റുകളൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിലും എൻ്റെ മനസ്സിനെ തരളിതമാക്കിയിരുന്നു. എപ്പോഴും ഞാൻ ഓർക്കും, ഞങ്ങൾ കിടക്കുന്നതിൻ്റെ നേരെ മുകളിൽ 4 ആണുങ്ങളുണ്ട്. പക്ഷേ അവർ രാത്രിയിൽ എന്തായിരിക്കും? അവർക്കും ദാഹങ്ങളും മോഹങ്ങളും ഒക്കെ കാണില്ലേ? അവിടെ എല്ലാം വർഷിക്കുന്നുണ്ടാകില്ലേ? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൊന്നു കയറിപ്പോയി. ഞാനാണ് തെറ്റുകാരി, എൻ്റെ ചിന്തകൾ തെറ്റാണ്, അതുകൊണ്ട് നിയന്ത്രിക്കണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഞാനത് ഒഴിവാക്കി വിട്ടെങ്കിലും സൗന്ദര്യമുള്ള 4 ആണുങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് എന്തോ ഒരു ആശ്വാസം പോലെയായിരുന്നു.
എന്താണെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഒരു ദിവസം ഞാനും ഭർത്താവും കൂടെ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നു. എന്നിട്ട് മുകളിൽ താമസിക്കുന്ന ഒരു ചെക്കനില്ലേ, ആ ചെക്കനെ കുറിച്ച് ചോദിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ മിക്കി മൗസിൻ്റെ പടമുള്ള ചെക്കൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇല്ല, അവരാരും അവധി ദിവസങ്ങൾ ഇവിടെ കാണില്ല, വീട്ടിൽ പോകും, ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ വരുമെന്ന്. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, എൻ്റെ ഫ്രണ്ടാ, ഒന്ന് കാണാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അങ്ങ് പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവും ആ ചിക്കനെ എന്തോ ചുറ്റിക്കളയുണ്ടെന്ന് തോന്നുന്നു. അവനെ കാണാൻ അതീവ സുന്ദരനല്ലേ. അപ്പോൾ ഈ പെണ്ണ് നല്ല സുന്ദരി, രണ്ടും കൂടെ പ്രേമമായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയതായിരിക്കും. ഞാൻ പറഞ്ഞു രണ്ടുപേർക്ക് ഫോണൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിച്ചാൽ പോരെ, അവൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത്? അതാണ് എനിക്കും അറിയാനുള്ളത്. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും കൂടെ പിണങ്ങിക്കാണും, വല്ല ബ്ലോക്കോ മറ്റോ ചെയ്ത് കാണും, അതുകൊണ്ടാണ് അവളിവിടെ തിരക്കി വന്നതെന്നും. ഞാൻ ചോദിച്ചു നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം, നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങളെ പ്രേമിച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കൈവാക്കിനിരിക്കരുത് കേട്ടോ, രണ്ട് ഞാൻ തരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് അടുക്കള വന്നിട്ട് പറഞ്ഞു ആ പയ്യൻ വരുമ്പോൾ നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, ആരും അന്വേഷിച്ചോട് വരരുത്, ആണുങ്ങളോ ആരെങ്കിലും ആണെങ്കിലും ഓക്കെ, അതല്ലാതെ പെണ്ണുങ്ങളാരും വന്ന് ഇവിടെ അന്വേഷിക്കുന്ന രീതിയിലാകരുത്. ചെറുപ്പക്കാരാണ്, ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്നതാണ്, നാണക്കേടാണ്, അവരുടെ ബന്ധുക്കൾ വരുന്ന പോലെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇനി അവൻ്റെ ബന്ധുവോ വല്ലതും ആണെങ്കിലോ വല്ല പെങ്ങളോ മറ്റോ ആണെങ്കിലോ, എന്തായാലും നീ ഒരു സ്ത്രീയല്ലേ, ചേച്ചി എന്നുള്ള നിലയ്ക്ക് നീ അങ്ങ് ചോദിച്ചാൽ മതി. ഞാൻ ചോദിച്ചാൽ ആ പിള്ളേർ തെറ്റിദ്ധരിച്ചെങ്കിലോ, എനിക്ക് തെറ്റിദ്ധാരണ വല്ലതും ഉണ്ടെന്ന് വിചാരിച്ച് നല്ലപോലെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തരുന്ന പിള്ളേരാണ്, അങ്ങനെ പിണക്കി വിടാനും പറ്റില്ല. ഇനി ഞാൻ ചോദിച്ചിട്ട് വേണം പിള്ളേർക്ക് എന്നോട് ദേഷ്യം തോന്നാൻ. അല്ലടി നീ ഒന്ന് ചോദ്യം, എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിലോ ഇവിടെ താമസിക്കില്ലയോ എന്ന് പറഞ്ഞു. ഓക്കെ ചേട്ടാ, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ വന്നത്. ആ സമയത്ത് ഞാൻ നമ്മുടെ മിക്കി മൗസ്, അവൻ്റെ പേര് വൈശാഖ്, അവനോട് ചോദിച്ചു മോനെ എടാ നിന്നെ തിരക്കി ഒരു പെണ്ണ് വന്നിരുന്നു, കുറച്ച് പരിങ്ങളിലുണ്ടായിരുന്നു അവളുടെ സ്വഭാവത്തിൽ, നിന്നെ അറിയാതാണെങ്കിൽ നിൻ്റെ നമ്പരൊക്കെ അവളുടെ കയ്യിൽ കാണുമല്ലോ, എന്തുകൊണ്ട് ഫോണിൽ വിളിക്കാതെ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ വൈശാഖ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ പെട്ടെന്ന് അവൻ്റെ സുഹൃത്ത് പറഞ്ഞു അയ്യോ ചേച്ചി, അവൾ ഇവിടെയും വന്നോ, അവൾ ഇവൻ്റെ പുറകെ നടക്കുകയാണ്, ഒരു ശല്യമാണ്, അവൾക്ക് പ്രേമമാണെന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ അവൾക്ക് നമ്പർ കൊടുത്തായിരുന്നു, പക്ഷെ ശല്യം കൂടി കഴിഞ്ഞപ്പോഴേക്കും ബ്ലോക്ക് ചെയ്തു. അവൾ അന്വേഷിച്ച് വന്നതാണ്, അവളെ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഇവനിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല, അവളാണെങ്കിൽ ഇവനേക്കാൾ 2 വയസ്സിന് മൂത്താണ്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാടാ അവൾക്ക് നമ്പർ കൊടുത്തത്, അത് ശരിയാണോ? അവൾ വിളിച്ചപ്പം ആദ്യം നീ പ്രോത്സാഹിപ്പിച്ചു, പ്രായം കൂടിയതാണെങ്കിലും രണ്ടുപേരും കൂടി ചുറ്റിക്കറങ്ങി നടന്നു. അവസാനം അവൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പറ്റില്ല, അതല്ലേ സംഭവിച്ചത്, നീ ബ്ലോക്ക് ചെയ്തു. അയ്യോ ചേച്ചി അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതാണ്, നമ്പർ ക്യാഷ്വലായിട്ട് കൊടുത്താണ്. അപ്പോൾ അവൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുകയാണ്, ഞാൻ ഗ്ലാമറാണ്, ഇതുപോലൊരു പുരുഷനെയാണ് വേണ്ടത്, 2 വയസ്സ് കൂടുതലാണെങ്കിലും അവൾക്ക് കുഴപ്പമില്ല, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ പുറകെ നടക്കുകയാണ്. ദൈവമേ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള മരം കയറിയ പെണ്ണുങ്ങളുണ്ടോ? കാണും, ഇപ്പോഴത്തെ കാലത്തല്ലേ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെക്കനെ സമാധാനിപ്പിച്ചു. അവനെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തോന്നും, കുറ്റം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സുന്ദരനാണ്. ഞാൻ പറഞ്ഞു ഇനി അവൾ തിരക്കി വരികയാണെങ്കിൽ ഞാൻ തന്നെ അവൾക്ക് മറുപടി കൊടുത്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം രണ്ടുപേരോടും ഞാൻ പറഞ്ഞു ഇവിടെ ആളുകളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന സ്ഥലമാണ്, കുടുംബങ്ങളാണ്, അവിടേക്ക് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും, ചേട്ടനത് ഇഷ്ടമല്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഇത്തിരി സ്ട്രിക്റ്റാ പുള്ളി എന്ന് ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഇത് ഞങ്ങളുടെ കയ്യിലുള്ളൊരു കാര്യമല്ല, അവൾ ചുമ്മാ നടക്കുന്നതാണ്, ചേച്ചി തന്നെ വരുമ്പോൾ ഡീൽ ചെയ്തു, ചേച്ചി ഇപ്പോൾ അകത്ത് കയറ്റിയെങ്കിലല്ലേ അവൾ കയറുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു സംഭാഷണം തുടങ്ങിയത്. പിന്നെ വൈശാഖ് ചേച്ചി അവൾ പിന്നെ വന്നോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു വന്നൊന്നുമില്ല, നീ അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണോ ഇപ്പോഴും? അതെ ചേച്ചി ബ്ലോക്കാണ്, അവളവിടെ പഠിക്കുന്നില്ലേ? ഇടയ്ക്കൊക്കെ വരും, എന്നോട് ഇടയ്ക്ക് സംസാരിക്കാൻ വരും, ഞാൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ചോദിച്ചു അല്ല ഇത്രയും സുന്ദരിയായ പെണ്ണ്, എന്നിട്ട് അവളെ നിനക്ക് ഇഷ്ടമല്ലേ? നിൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എങ്ങനത്തെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എടുത്തടിച്ച് പറയുകയാണ് എനിക്കാണെങ്കിൽ ചേച്ചി 20 വയസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു എങ്കിൽ അതുപോലുള്ളൊരു പെണ്ണിനെയാണ് ഇഷ്ടമെന്ന്. അയ്യട മോനെ, എന്നെ മുകളിലേക്ക് നീ അങ്ങ് ഉയർത്തുക വേണ്ട,
താഴെ അങ്ങ് ഇറക്ക്. എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഞാനാണെങ്കിൽ 20ാമത്തെ വയസ്സിൽ വലിയ സുന്ദരിയൊന്നും ആയിരുന്നില്ല. ആഹാ, അതെന്താ ചേച്ചി സുന്ദരിയാകാതിരുന്നത്? ഇപ്പോൾ നല്ല സുന്ദരിയാണല്ലോ. ഈ വയസ്സിലും ചേച്ചി സുന്ദരിയാണെങ്കിൽ ആ സമയത്ത് അപൂർവ സുന്ദരിയാകും. ചേച്ചിയുടെ കല്യാണ ആൽബം ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ പോടാ, അല്ല ചേച്ചി എനിക്കൊന്ന് കാണാം എന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീട്ടിനകത്തു നിന്നും അവന് കല്യാണ ആൽബം എടുത്ത് കാണിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, ചേച്ചി സൂപ്പർ, ചേച്ചി ഒരു സ്വപ്ന സുന്ദരിയാണ്, സർപ്പസുന്ദരി. ഞാൻ പറഞ്ഞു, വേണ്ട, നിൻ്റെ മനസ്സിൽ വേറെന്തൊക്കെയോ വെച്ച് നീ സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നിനക്ക് ചെറുപ്പക്കാരി പെണ്ണുങ്ങളാണ് ഇഷ്ടം, എന്നെപ്പോലുള്ള പെണ്ണുങ്ങളാണ് ഇഷ്ടം. ആൻറ്റിമാരെ ലവ് ചെയ്യുന്ന കുറേ ചെക്കന്മാരുണ്ടല്ലോ, എനിക്കറിയാമടാ പുതിയ ട്രെൻഡ്. ഞാൻ വീട്ടിലിരിക്കെങ്കിലും നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അടിമുടി എന്നെ നോക്കിയിട്ട് പറയാണ്, ചേച്ചി സുന്ദരികളായ പെണ്ണുങ്ങൾക്ക്, അതും ചെറുപ്പക്കാരികൾക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഇഷ്ടം പോലെ പേര് അവരുടെ പുറകെ നടക്കുകയാണ്. അവരെ ആരാധിക്കാൻ ഒത്തിരി ആളുകളുണ്ട്. അവർക്കതുകൊണ്ട് സ്നേഹമോ പ്രേമമോ മറ്റു കാര്യങ്ങളൊന്നും വലിയ ആവശ്യമില്ല. പക്ഷേ വീട്ടിൽ കഴിയുന്ന ആൻറ്റിമാർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ചേച്ചിക്കില്ലേ എന്തെല്ലാം ആവശ്യങ്ങൾ മനസ്സിൽ കാണും. ചേച്ചി അത് പുറത്ത് പറയില്ല. കഷ്ടപ്പെട്ട് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി വീട്ടിനുള്ളിൽ എരിഞ്ഞു തീർന്ന് ജീവിക്കുന്നു. ചേച്ചിക്ക് ആവശ്യങ്ങൾ കാണും. ആ ആവശ്യങ്ങൾ അറിഞ്ഞ് കണ്ടറിഞ്ഞ് സ്നേഹിച്ചാൽ എന്താ ഒരു കുഴപ്പം? എന്നെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് എന്താ പ്രശ്നം? ചേച്ചിക്ക് എന്താ എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. പക്ഷെ സമ്മതിക്കാൻ പറ്റുമോ? എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ പറഞ്ഞു, നിൻ്റെ കസർത്ത് എന്നോട് വേണ്ട കേട്ടോ, ഞാൻ അത്തരക്കാരിയല്ല. ചേച്ചി അത്തരക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും കാണില്ല. പക്ഷേ പ്രശ്നങ്ങളുള്ളവരുണ്ട്. പ്രശ്നങ്ങളുള്ള എല്ലായിടത്തും നീ തീർക്കാൻ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ചേച്ചിയും ഞാനും തമ്മിൽ കുറച്ചു നേരം സ്നേഹിച്ച എന്താ കുഴപ്പം? കുറച്ചു നേരമല്ല, കുറേ കാലം സ്നേഹിച്ച എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ പെട്ടെന്നങ്ങ് പോയി. അതും എൻ്റെ മനസ്സിനകത്ത് കൊണ്ടു. പിന്നീട് അവൻ വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഒഴിഞ്ഞു മാറിയത്? എന്നെ പേടിയാണോ? വീണ് പോകുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വീഴില്ല, എനിക്കാരും പേടിയില്ലെന്ന്. എങ്കിൽ ചേച്ചി എന്നോട് എപ്പോഴും സംസാരിക്കണം, സംസാരം തന്നെ എനിക്കൊത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. നീ വെറുതെ എന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് വലിച്ചെഴുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറയാണ്, സ്ട്രെയിറ്റായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്, നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പ്രശ്നമുണ്ടാക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകും. ഇതേപോലെ തന്നെ ചേട്ടന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ചേച്ചി എനിക്ക് ഒരു സിഗ്നൽ തന്നാൽ മതി, ഞാൻ ഓടി വരും. എന്തിനേച്ചി വെറുതെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും പാവയ്ക്കൊക്കെ പറിച്ച് ജീവിതം വേസ്റ്റാക്കുന്നത്? ചേച്ചിക്ക് ചില ന്യൂനതകളും പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ രണ്ട് തെറി പറഞ്ഞവനെ ഓടിച്ചു. പക്ഷേ അവന് കൂസലില്ല. പിന്നെയും ചോദിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, എടാ ഒന്നും ശരിയാകില്ല. അപ്പോഴേക്കും എൻ്റെ മനസ്സും വളഞ്ഞു തുടങ്ങി. അവൻ പറഞ്ഞു, ഇതേ ശരിയാകൂ ചേച്ചി, അവസരമുള്ളപ്പം പാഴാക്കരുത്, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും എന്തോ അറിയില്ല ഒരിഷ്ടം തോന്നി. അങ്ങനെയാണ് ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും രാത്രി കുറേ വൈകി ഞാൻ അവന് വേണ്ടി ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തത്. അവൻ വന്നപ്പോൾ വാതായനങ്ങൾ തുറന്ന് ഞാൻ അടുക്കളയിൽ കാത്തിരിക്കുകയായിരുന്നു. അടുക്കള വിട്ട് അപ്പുറത്തൊരു മുറിയിലേക്ക് പോകാൻ അവൻ സമ്മതിച്ചില്ല. കാര്യം ആവേശഭരിതനായിരുന്നു. ഞാൻ വേണ്ട, ഒന്ന് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആവേശം കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? തുള്ളാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നിർത്താൻ ആർക്കും കഴിയില്ല. ആദ്യത്തെ ആ ഒരു സംഭവം മാറിക്കഴിഞ്ഞപ്പോഴേക്കും സഹകരണ മനോഭാവത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഞാനും എത്തി. എനിക്കും പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും അത് സ്വർഗം താണിറങ്ങി വന്നതുപോലെയായിരുന്നു. ഞാനും ഒട്ടും കുറച്ചു കൊടുത്തില്ല. നല്ല ആവേശം എനിക്കുമുണ്ടായിരുന്നു. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുതിരപ്പടയാളികൾ കോട്ടമതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തളത്തിലേക്ക് എറിയപ്പോൾ ഞാനും കരഘോഷം ജയഘോഷം മുഴക്കി സ്വാഗതം ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം 2-3 മണിക്കൂർ എങ്ങനെ പോയെന്നറിയില്ല. അവൻ 2 വട്ടം യുദ്ധം ജയിച്ചവനെ പോലെ എനിക്ക് സ്നേഹസാന്ത്വനങ്ങൾ ഏകി പോയി. പക്ഷേ അതെനിക്ക് വെളിച്ചത്തിൻ്റെ ദിവസമായിരുന്നു, തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു. പിന്നീട് പലവട്ടവും ആവർത്തിക്കപ്പെട്ടു. ഒരു 10 വട്ടം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എല്ലാം പറയും, ഇതും പറയും.
പക്ഷേ അവൻ ശല്യമൊന്നും ഉണ്ടാക്കില്ല. എങ്കിലും അവന് ചേച്ചിയെ ആരാധനയാണ്, ഒത്തിരി ഇഷ്ടമാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, നീ ചെയ്ത് തെറ്റാണ്, ഇത് പറയാൻ പാടില്ല, ആണുങ്ങളുടെ സ്വഭാവം ഇതാണ്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവൻ അപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല ചേച്ചി, എല്ലാം ഓക്കെയാണ്, അവനെന്താ കുഴപ്പം, അവൻ സുന്ദരനല്ലേ, മിടുക്കനല്ലേ. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല ചേച്ചി, എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചു. അവസാനം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ വന്നപ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും അവനും കൂടെ വേണം എന്ന് തോന്നി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവനും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിലെ ഭയാശങ്കകളെല്ലാം ഒഴിഞ്ഞുപോയി. പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് വെമ്പുന്ന രീതിയിലായി. ആ രണ്ട് ചെക്കന്മാർ കൂടി എൻ്റെ മനസ്സ് മാറ്റിമറിച്ചു. മേളിലുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ കൂടി അവിടേക്ക് കടന്നു വരുന്ന വിധമാക്കി. ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിനായി ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കും ഒന്നുകിൽ അവർ താഴെ വരും, ഇല്ലെങ്കിൽ ഞാൻ അവിടേക്ക് കയറിപ്പോകും. അങ്ങനെ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭർത്താവിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഞാൻ അലസതയോടുകൂടിയാണ് കാണുന്നത്. എൻ്റെ മനസ്സ് മുഴുവനും ഭർത്താവിനായി ഡ്യൂട്ടിക്ക് പോകണേ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് 4 സ്വർഗങ്ങളുണ്ടല്ലോ, 4ാം തലത്തിലേക്ക് ഓടി നടക്കാമല്ലോ എന്നുള്ള ചിന്തയാണ്. ഇത് ശരിയില്ലെന്ന് എനിക്കറിയാം. ഇതെങ്ങനെയാണ് മാഡം നിയന്ത്രിക്കേണ്ടത്? എൻ്റെ കൈ വിട്ടു പോയിരിക്കുന്നു, കിളി പോയ അവസ്ഥയിലാണ് ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു രസം അനുഭവിച്ചു. പക്ഷേ തുടരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് കൈവിട്ടൊരു കളിയായി മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക്. ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെയാകാൻ പാടില്ല. ശരിയാണ്, നമുക്ക് പലപ്പോഴും പല ഫേവേഴ്സും പല സൈഡിൽ നിന്നും കിട്ടും. പക്ഷേ അനിയന്ത്രിതമായി കഴിഞ്ഞാൽ കുട്ടികൾ, ഭർത്താവ്, ഫാമിലി, തട്ടിയും മുട്ടിയൊക്കെ നല്ലൊരു സ്ത്രീയായിട്ട് പൊക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇത്രയും അപജയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ശരിക്കും ഒരു ബന്ധം വല്ലതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യരല്ലേ, സംഭവിച്ചു പോകും. പക്ഷേ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും ചായ്വ് തോന്നി നടക്കുന്നത് നിങ്ങളുടെ ബലഹീനതയാണ്. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നടക്കുന്ന ഇത്രയും കുൽസിത പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചാൽ കൊള്ളാം. കാര്യം എപ്പോഴാണെങ്കിലും ഇത്രയും ഒരു കാര്യമായതുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെയാണ് 4 പേരുണ്ട്. ഇതൊക്കെ ആരെങ്കിലും കണ്ട് തിരിച്ചറിയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും പിള്ളേർ പോലും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഭയങ്കര റിസ്ക്കാണ്. ആ റിസ്ക് ഉള്ളിടത്ത് നമ്മൾ പിന്നെയും റിസ്ക് എടുക്കാമെന്ന് പറയുമ്പോഴേക്കും അത് നന്നായെന്ന് വരില്ല. ഇവർ പിന്നീട് പൊടി തട്ടി അങ്ങ് പോകും. അപ്പോൾ മനോവിഷവും മാത്രമായിരിക്കും ഫലം. എന്തായാലും ഇത്രയും അധികം ബന്ധങ്ങൾ ഉണ്ടാക്കിയത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് ശരിയല്ല. എത്ര രസമാണെന്ന് പറഞ്ഞാലും ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് കുടുംബജീവിതം വേണമെങ്കിൽ ഇത്രയും അങ്ങോട്ട് ചാടിത്തുള്ളേണ്ട കാര്യമില്ല. നിയന്ത്രിക്കുക. സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും പകൽ സമയത്ത് നിങ്ങൾക്ക് പോയി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ഉണ്ട്, അവിടെ കണ്ട് ഒന്ന് ചർച്ച ചെയ്താൽ തീരുമാനം എടുക്കുക. അതിലും നല്ലത് ഇതിൻ്റെ പരമ്പരകളൊക്കെ ആലോചിച്ചിട്ട് പതുക്കെ സ്വയം തീരുമാനമെടുത്തതിൽ നിന്ന് പിന്മാറുക. ചിലപ്പം ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല, എങ്കിലും അത് നിയന്ത്രിച്ച് പിന്മാറുക എന്നുള്ളത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവരൊക്കെ വഴിയമ്പലത്തിലെ യാത്രക്കാർ പോലെയാണ്. അവരൊക്കെ പോയി കഴിയുമ്പോഴേക്കും പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളാകും. അതിനു മുമ്പ് തന്നെ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തി സ്വന്തം ജീവിതം നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പറ്റില്ലെങ്കിൽ, സ്വയം പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ആരുടെയെങ്കിലും ഒരു സഹായം കൂടി വേണ്ടി വരും. അത് ചെയ്യുക കേട്ടോ.